ഒരു രാത്രി മുഴുവൻ നീണ്ടു നിന്നൊരു റൂമറായിരുന്നു അയത്തുള്ള അലി ഖമീനെ മരിച്ചു എന്ന് ഇസ്രായേലുകാർ പറയും. ഇപ്പുറത്തുള്ളവർ പറയും ഇല്ല മരിച്ചിട്ടൊന്നുമില്ല, പുള്ളി ഏതോ ബങ്കറിൽ ഇരിക്കുന്നുണ്ട് എന്ന് വേറെ ടീംസ് പറയും. അവസാനം നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അയത്തുള്ള അലി ഖമീനെ ഈസ് ഡെഡ്. ഇറാൻ്റെ മീഡിയ തന്നെ അവസാനം ഒഫീഷ്യൽ കൺഫർമേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അയത്തുള്ള അലി ഖമീനെ മരിച്ചു, പുള്ളിയുടെ ഒരു മകളും മരിച്ചു, സണ്ണിൻലോ എല്ലാവരും ആ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു, അവരെല്ലാവരിനും തീർത്തു അമേരിക്ക ഇസ്രായേലുകാരും കൂടെ എന്നാണ് പറയുന്നത്. ആലോചിക്കണം, 24 മണിക്കൂർ പോലും ആയിട്ടില്ല ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട്, അതിനുള്ളിൽ ദേ അച്ചീവ് ദ ടാർഗറ്റ്. ഇതൊക്കെ കൊണ്ടാണ് ഈ അമേരിക്കക്കാരോടൊന്നും കളിക്കാൻ പോകാൻ പറ്റില്ല എന്നൊക്കെ ചിലവർ പറയുമ്പോൾ അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കില്ല, ഇതുകൊണ്ടാണ് അത്. ഇറാൻ്റെ സ്ട്രീറ്റിൽ ആൾക്കാർ ഡാൻസൊക്കെ കളിച്ച് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഇയാളുടെ മരണം സെലിബ്രേറ്റ് ചെയ്യണത് നമുക്ക് കാണാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് കുറേ മാസങ്ങളായിട്ട് അവിടെ റെജീമിനെതിരെ ആൾക്കാരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട് ഒരു 10-20,000 പേരിനെ. ഒഫീഷ്യൽ കണക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരു 20,000-ൻ്റെ മുകളിലാണെന്നാണ് എല്ലാവരും അൺഒഫീഷ്യലി പറയുന്നത്. അത്രയും പേരിനെ കൊന്നിട്ടുണ്ടായിരുന്നു റെജീം. ഓക്കെ, ആ ഒരു പ്രൊട്ടസ്റ്റ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതികാരം പോലെ ആൾക്കാർ അവിടെ ഇയാളുടെ മരണത്തിന് ആഘോഷിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇയാളുടെ മരണത്തിന് ശേഷം ഇയാളുടെ സ്റ്റാച്യുവും മറ്റേതൊക്കെ ആൾക്കാർ നശിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് പകുതി ആൾക്കാർ ഇയാൾക്ക് സപ്പോർട്ട് ഇല്ല, പകുതി ആൾക്കാർ ഇയാൾക്ക് സപ്പോർട്ട് ഉണ്ട്. അങ്ങനെയാണ് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. സോ ഒരുപാട് ആൾക്കാർ ഇയാൾക്ക് എതിരുണ്ട്, ഇറാനിൽ ഉള്ളവർ തന്നെ. സോ അവരാണ് ഈ ഒരു സന്തോഷ പ്രകടനമൊക്കെ നടത്തുന്നത്. പക്ഷെ നമ്മളിവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അയത്തുള്ള ഖമീനെ മരിച്ചു എന്ന് പറഞ്ഞിട്ട് റെജീം മുഴുവൻ തകരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. കാരണം ഇയാളെൻ്റെ രണ്ടാമത്തെ സുപ്രീം ലീഡറാണ്, അയത്തുള്ള ഖമീനിയാണ്. വേറൊരാളുണ്ടായിരുന്നു ഇയാൾക്ക് മുന്നേ, അയാൾ മരിച്ചപ്പോൾ ഇയാൾ വന്നു, ഇയാൾ മരിച്ചപ്പോൾ ഇവർ തന്നെ, ഇതൊരു ക്ലർജി സിസ്റ്റം പോലെയാണ്, ഇവർ തന്നെ അടുത്ത ആളെ സെലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇയാളുടെ ഒരു മകനുണ്ട് മഷ്തബ എന്ന് പറഞ്ഞിട്ട്, അയാളായിരിക്കും ഇനി അടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾ മരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നും അറിയില്ല, അവിടുത്തെ കാര്യമാണ്, ഒന്നും അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിച്ചത് കൊണ്ട് മാത്രം റെജീം മുഴുവൻ വീണു എന്ന് നമുക്ക് പറയാനും പറ്റില്ല. അവസാനത്തെ ആൾ മരിച്ച് ഇവർക്ക് ഇനി ഒരാളെയും സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാക്കുകയാണെങ്കിൽ മാത്രം ഈ റെജീം വീണു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ.